നേരത്തെ വിദേശത്തേക്ക് കടന്നു എന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടായിരുന്നല്ലോ. ഇങ്ങനെ അറസ്റ്റ് ഇവർ പ്രതീക്ഷിച്ചിരുന്നതാണോ? അറസ്റ്റ് വളരെ നേരത്തെ തന്നെ പ്രതീക്ഷിച്ചിരുന്നു. കാരണം ഇതിനിടയ്ക്ക് അതായത് ഈ കമ്മീഷണർക്കൊക്കെ പരാതി കൊടുത്ത് അങ്ങനെ പരാതിയുടെ നടപടികളുമായി പ്രാഥമികമായി മൊഴിയെടുക്കലടക്കമുള്ള നടപടികളിലേക്ക് കടന്നപ്പോൾ തന്നെ ഷിംജിദ മുസ്തഫ വിദേശത്തേക്ക് കടന്നു, നാട് വിട്ടു എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളൊക്കെ പരന്നിരുന്നു. ആ രീതിയിൽ അഭ്യൂഹങ്ങളൊക്കെ പരന്ന ഘട്ടത്തിൽ കൂടെയാണ് പോലീസ് വളരെ മഫ്തിയിലെത്തി ഷിംജിദയെ ഒരുപാട് സ്ഥലങ്ങളിൽ തിരഞ്ഞു എന്നാണ് പോലീസ് പറഞ്ഞത്. അതിനുശേഷം വടകരയിലെ ബന്ധു വീട്ടിൽ നിന്ന് മഫ്തിയിലെത്തി കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു എന്നുള്ളതോടുകൂടിയാണ് കാര്യം. എന്നാൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായിട്ട് ആ നടപടികളിലേക്ക് ഷിംജിദയുടെ അഭിഭാഷകൻ കടന്നിരുന്നു. അതിനു മുൻപേ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തു, അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി എന്നുള്ളതാണ് കാര്യം. എന്തായാലും ഷിംജിദയുടെ അഭിഭാഷകൻ ഇനി ജാമ്യാപേക്ഷ ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികളിലേക്ക് കടക്കുമെന്നാണ് അല്പസമയം മുൻപ് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. തുടർ നടപടികളുമായിട്ട് പോകുമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു പക്ഷേ അടുത്ത ദിവസം തന്നെ കേസ് അന്വേഷിക്കുന്ന മെഡിക്കൽ കോളേജ് പോലീസ് ഷിംജിദയ്ക്ക് വേണ്ടി കസ്റ്റഡി അപേക്ഷ കോടതിയിൽ നൽകുകയും ചെയ്യും. കസ്റ്റഡിയിൽ എടുത്തതിനു ശേഷം കൂടുതൽ ചോദ്യം ചെയ്യൽ, തെളിവെടുപ്പടക്കമുള്ള കാര്യങ്ങൾ നടത്തേണ്ടതുണ്ട്. കാരണം ഷിംജിദ ഈ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കപ്പെട്ട ഈ വീഡിയോ ഇതൊരു എഡിറ്റഡ് വീഡിയോ ആണ്. രണ്ട് രീതിയിലെടുത്ത് അത് എഡിറ്റഡ് ചെയ്ത് കൂട്ടിച്ചേർത്ത വീഡിയോ ആണ് പങ്കുവച്ചിട്ടുള്ളത്. അതിനുശേഷം ആ വീഡിയോയെ കുറിച്ച് വിശദമായി തന്നെ പറയുന്ന ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ സംഭവം വിവാദമായതോടെ ദീപക് ആത്മഹത്യ ചെയ്തതോടുകൂടി അതിൽ ഒരു വീഡിയോ ഷിംജിദ നീക്കം ചെയ്യുകയും ചെയ്തു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഈ വീഡിയോ എടുക്കാനുണ്ടായ കാരണങ്ങൾ, ബസ്സിലെ ജീവനക്കാരുടെ രേഖപ്പെടുത്തിയ മൊഴികൾ, ഇതെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് വിശദമായ ഒരു ചോദ്യം ചെയ്യൽ, തെളിവെടുപ്പ് എന്നിവയാണ് നടക്കേണ്ടത്. അതിന് പോലീസ് അടുത്ത ദിവസം തന്നെ കസ്റ്റഡി അപേക്ഷ നൽകുകയും ചെയ്യും. അല്പസമയം കൂടെ കഴിഞ്ഞാൽ മഞ്ചേരിയിലെ ജയിലിലേക്ക് പോലീസ് ഷിംജിദയുമായി എത്തുകയും ചെയ്യും. 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഷിംജിദയുടെ അഭിഭാഷകൻ ഉൾപ്പെടെയുള്ളവർ ഇതുമായി ബന്ധപ്പെട്ട ചില പ്രതികരണങ്ങളൊക്കെ നടത്തി ഇപ്പോൾ മഞ്ചേരി ജയിലിലേക്ക് കൊണ്ടുപോവുകയാണ്.